നമ്മൾ അടുത്ത പഠിക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് തിയറിയാണ്, ദാറ്റ് ഈസ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഷോർട്ട് ഫോം MO തിയറി. ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ, അതേപോലെ അതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ, അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി F. ഹണ്ട്, RS. മുള്ളിക്കൻ എന്നിവർ ചേർന്ന് പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് MO തിയറി. ഇതിന്റെ പോസ്റ്റുലേറ്റ്സ് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റുലേറ്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഇൻ മോളിക്യൂൾസ് ദ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ്. ആറ്റങ്ങളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന ഓർബിറ്റലിനെ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ മോളിക്യൂളുകളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന ഓർബിറ്റൽസിന്റെ പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽസ്. നമുക്കറിയാം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യും, എന്നിട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ദി അറ്റോമിക് ഓർബിറ്റൽസ് AOs of comparable energy and proper symmetry combine to form molecular orbitals. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. ആ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, അവർക്ക് കമ്പയറബിൾ എനർജി ആയിരിക്കണം, ഏകദേശം ഒരേ എനർജി ആയിരിക്കണം. 2, പ്രോപ്പർ സിമട്രി ആയിരിക്കണം, 2 ഓർബിറ്റൽസിന്റെയും സിമട്രി ഒരുപോലെ ആയിരിക്കണം. അതായത് ഒരു S ഓർബിറ്റൽ P ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് MO ഫോം ചെയ്യത്തില്ല, കാരണം അവർക്ക് എനർജി ഡിഫറന്റ് ആണ്, കൂടാതെ സിമട്രിയും ഡിഫറന്റ് ആണ്. S ഓർബിറ്റൽ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, P ഓർബിറ്റൽ ഡംബൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് സിമട്രി വ്യത്യസ്തമായതുകൊണ്ട് അവർ തമ്മിൽ കമ്പൈൻ ചെയ്യത്തില്ല. അതേപോലെ ഒരു PX ഓർബിറ്റൽ ഒരു PY ഓർബിറ്റലുമായിട്ടും കമ്പൈൻ ചെയ്യത്തില്ല, കാരണം ഇവിടെയും സിമട്രി വ്യത്യസ്തമാണ്, അവരുടെ അലൈൻമെന്റ് വ്യത്യാസമായതുകൊണ്ട്. തേർഡ് പോസ്റ്റുലേറ്റ് ഇങ്ങനെയാണ്, അറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക് വൈൽ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. അതായത് അറ്റോമിക് ഓർബിറ്റലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിന് ഒരു ന്യൂക്ലിയസ് മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ, എന്നാൽ മോളിക്കുലാർ ഓർബിറ്റലിൽ വരുന്ന ഇലക്ട്രോണുകളെ ഒന്നിലധികം ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്നിലധികം ന്യൂക്ലിയസ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അവർ പോളിസെൻട്രിക് ആണ്. ഫോർത്ത് പോയിന്റ്, the number of molecular orbitals formed is equal to the number of atomic orbitals combined. എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു എന്നുള്ളത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു അതിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് when 2 atomic orbitals combines 2 molecular orbitals are formed. One is called bonding molecular orbital and the other is called anti-bonding molecular orbitals. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇതിൽ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്നത് കൊണ്ട് അതിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ഷോർട്ട് ഫോം BMO എന്ന് വിളിക്കാം. അതേസമയത്ത് രണ്ടാമത്തെ മോളിക്കുലാർ ഓർബിറ്റൽ ബോണ്ട് ഫോർമേഷനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ABMO എന്ന് വിളിക്കാം. ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ്, the BMO has lower energy and greater stability than the corresponding ABMO. അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കുറവാണ് ABMOയേക്കാൾ, അതുകൊണ്ട് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് ABMOയേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സിക്സ്ത് പോയിന്റ്, the molecular orbitals give the electron probability distribution around a group of nuclei. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അറ്റോമിക് ഓർബിറ്റൽസ് പറയുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രോബബിലിറ്റി കൂടുതലുള്ള ഏരിയയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ മോളിക്കുലാർ ഓർബിറ്റൽസ് പറയുമ്പോൾ ഒരു കൂട്ടം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നൽകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, the molecular orbitals are filled according to 3 rules like atomic orbitals. നമ്മൾ നേരത്തെ പഠിച്ച അറ്റോമിക് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്ന അതേ 3 റൂളും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. That is Hofbauer principle, Pauli's exclusion principle and Hund's rule. These are the postulates of molecular orbital theory. നമ്മൾ അടുത്ത പഠിക്കുന്നത് ടൈപ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ പറ്റിയാണ്. അറ്റോമിക് ഓർബിറ്റൽസ് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ, F ഓർബിറ്റൽ എക്സെട്ര. അതേപോലെ മോളിക്കുലാർ ഓർബിറ്റൽസിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ, പൈ മോളിക്കുലാർ ഓർബിറ്റൽ, ഡെൽറ്റ മോളിക്കുലാർ ഓർബിറ്റൽ ഇങ്ങനെയാണ്. സിഗ്മ MOs, പൈ MOs, ഡെൽറ്റ MOs. ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലിന്റെ കോമ്പിനേഷനിലൂടെയാണെന്ന് പറഞ്ഞു. ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നത് ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡിലൂടെയാണ്. ആ മെത്തേഡിന്റെ പേരാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ മെത്തേഡ്, LCAO മെത്തേഡ്. അങ്ങനെ 2 1s അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർ കോമ്പിനേഷനിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 MOs ആണ് ഫോം ചെയ്യുന്നത്. ഒരു BMO ആയിട്ടുള്ള സിഗ്മ 1s മറ്റേത് ABMO ആയിട്ടുള്ള സിഗ്മ സ്റ്റാർ 1s. That is 1 BMO sigma 1s and 1 ABMO sigma star 1s.
Similarly, two atomic orbitals produces two MOs, sigma 2s and sigma star 2s. രണ്ട് 2s atomic orbitals ലീനിയർ കോമ്പിനേഷൻ മെത്തേഡിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് MOs ഫോം ചെയ്യും, സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം. നമുക്കറിയാം എസ് ഓർബിറ്റൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട് എസ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും അത് ആക്സിയൽ ഓവർലാപ്പിംഗ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എസ് ഓർബിറ്റലിന്റെ കേസിൽ ഉണ്ടാകുന്ന MOs എപ്പോഴും സിഗ്മ MOs ആണ്. ഇവിടെ സ്റ്റാർ മാർക്ക് ഉദ്ദേശിക്കുന്നത് എനർജി കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവര് ആന്റി ബോണ്ടിങ് MOs ആണ്. സ്റ്റാർ മാർക്കുള്ള എല്ലാ MOsഉം AB MOs ആയിരിക്കും. നമ്മൾ നേരത്തെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറഞ്ഞതാണ് ഇസഡ് ആക്സിസ് ആണ് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇന്റർ ന്യൂക്ലിയർ ആക്സിസിലൂടെയുള്ള പി ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് പി ഇസഡ് ഓർബിറ്റൽസ്, രണ്ട് പി ഇസഡ് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന MOsഉം സിഗ്മ MOs ആണ്. That is linear combination of two pz orbitals produces two sigma MOs, sigma 2pz and sigma star 2pz. ഇവിടെ BMO sigma 2pz, ABMO sigma star 2pz. എന്നാൽ PX, PY ഓർബിറ്റൽസ് കിടക്കുന്നത് ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതുകൊണ്ട് അവര് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ല, ലാറ്ററൽ ഓവർലാപ്പിംഗിലൂടെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന MOസിനെ നമ്മൾ പൈ MOs എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ടു PX ഓർബിറ്റൽസ് പ്രൊഡ്യൂസസ് ടു പൈ MOs, പൈ 2PX ആൻഡ് പൈ സ്റ്റാർ 2PX. Similarly, the combination of two PY orbitals produces two MOs, pi 2PY and pi star 2PY. Next, we are going to study about the energies of various MOs. നമ്മൾ നേരത്തെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജിയെ പറ്റി പഠിച്ചു. അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലാണെന്ന് പറഞ്ഞു. അതാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ. അതേപോലെ ദ വേരിയസ് MOs ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. The increasing order of energy is sigma 1s less than sigma star 1s less than sigma 2s less than sigma star 2s less than sigma 2pz less than pi 2px is equal to pi 2py less than pi star 2px is equal to pi star 2py less than sigma star 2pz. ഓരോ MOയുടെയും കേസിൽ അതിന്റെ BMOയ്ക്കായിരിക്കും എപ്പോഴും എനർജി കുറവ് ABMOയേക്കാൾ. സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1s കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്മ 1sന് എനർജി കുറവ്, സിഗ്മ സ്റ്റാർ 1sന് എനർജി കൂടുതൽ. അതേപോലെ സിഗ്മ 2sന് എനർജി കുറവ്, സിഗ്മ സ്റ്റാർ 2sന് എനർജി കൂടുതൽ. അതേപോലെ പി ഓർബിറ്റൽസിന്റെ കേസിലും BMOസിനെല്ലാം എനർജി കുറവാണ്, അതേസമയത്ത് ABMOസിനെല്ലാം എനർജി കൂടുതലുമാണ്. ഈ ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി ഏറ്റവും കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റിലാണ് സിഗ്മ 1s, എനർജി ഏറ്റവും കൂടിയ മോളിക്കുലാർ ഓർബിറ്റിലാണ് സിഗ്മ സ്റ്റാർ 2pz. This order is for molecules like oxygen, fluorine, neon, etc. ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ മോളിക്യൂളിന്റെ കേസിലാണ് ഈ ഓർഡർ. ശ്രദ്ധിക്കേണ്ട കാര്യം പൈ 2pxനും പൈ 2pyക്കും എപ്പോഴും ഒരേ എനർജി ആയിരിക്കും. അതേപോലെ പൈ സ്റ്റാർ 2pxനും പൈ സ്റ്റാർ 2pyക്കും ഒരേ എനർജി ആയിരിക്കും. ഇനി ഫോർ മോളിക്യൂൾസ് ലൈക്ക് B2, C2, N2, ബോറോൺ, കാർബൺ, നൈട്രജൻ തുടങ്ങിയ ഡൈ അറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ഈ ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവരുടെ കേസിൽ സിഗ്മ 2pz ഓർബിറ്റലിന് പൈ 2pxനേക്കാളും പൈ 2pyയേക്കാളും എനർജി കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ കേസിൽ ഓർഡർ ഇങ്ങനെയാണ്: സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ പൈ 2px ഇസ് ഈക്വൽ ടു പൈ 2py ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ സിഗ്മ 2pz ഈ പൈ 2pxനും പൈ 2pyക്കും ശേഷമായിരിക്കും ഇവിടെ ഫിൽ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ബോറോൺ, കാർബൺ, നൈട്രജൻ മോളിക്യൂളിന്റെ കേസിലാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് MO കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനും അതേപോലെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രവും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം ഈ ഓർഡറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബോണ്ട് ഓർഡർ. വാട്ട് ഈസ് മീൻ ബൈ ബോണ്ട് ഓർഡർ? നമ്മൾ നേരത്തെ ബോണ്ട് ഓർഡർ ഒന്ന് ഡിഫൈൻ ചെയ്തതായിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ്. രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ബോണ്ടുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ. ഇവിടെ നമ്മൾ മറ്റൊരു ഡെഫിനേഷനാണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, bond order means it is the half of the difference between the number of bonding electrons and the number of anti-bonding electrons in a molecule.
ഒരു മോളിക്യൂളിന്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ നിന്നും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ ഡിഫറൻസ് എടുത്തതിന് ശേഷം അതിന്റെ പകുതി, അതാണ് ബോണ്ട് ഓർഡർ. ദാറ്റ് ഈസ് ബോണ്ട് ഓർഡർ കാണുന്ന ഇക്വേഷൻ ആണ് ബോണ്ട് ഓർഡർ is equal to half into Nb minus Na, where Nb indicates number of electrons present in BMO and Na denotes number of electrons present in ABMO. ഈ ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട 1-2 പോയിന്റ്. ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആയിരിക്കണം. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോണിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ മോളിക്യൂള് സ്റ്റേബിൾ ആവത്തുള്ളൂ. അതേപോലെ ഒരു മോളിക്യൂളിന്റെ കേസിലെ ബോണ്ട് ഓർഡർ നെഗറ്റീവ് അല്ലെങ്കിൽ 0 വരികയാണെങ്കിൽ ആ മോളിക്യൂള് അൺസ്റ്റേബിൾ ആയിരിക്കും. എ നെഗറ്റീവ് ബോണ്ട് ഓർഡർ മീൻസ് an unstable molecule. Also, bond order 0, the molecule is unstable. That is Nb less than Na or Nb is equal to Na, the molecule is unstable. എല്ലായ്പ്പോഴും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണം ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാൾ കൂടിയിരുന്നെങ്കിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ ആ മോളിക്യൂളിന്. ഫോർ എ സിംഗിൾ ബോണ്ട് ബോണ്ട് ഓർഡർ is equal to 1. For a double bond bond order is equal to 2. For a triple bond bond order is equal to 3. Bond order gives an approximate measure of bond length. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. as the bond order increases bond length decreases and also bond enthalpy increases. ഒരു ബോണ്ടിന്റെ കേസിൽ ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ആ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. അതേ സമയത്ത് ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കൂടുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു ടൈം മാഗ്നറ്റിക് നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എംഒ തിയറി പ്രപ്പോസ് ചെയ്തത് മോളിക്യൂളിന്റെ മാഗ്നറ്റിക് നേച്ചർ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു മോളിക്യൂളിന്റെ കേസിൽ അത് ഡയാമാഗ്നറ്റിക് ആകാം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആകാം. That is, if all the molecular orbitals in a molecule are doubly occupied or paired, the substance is diamagnetic. ഒരു സബ്സ്റ്റൻസ് ഡയാമാഗ്നറ്റിക് എന്ന് പറയണമെങ്കിൽ അവിടെ പെയർഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാകാവുള്ളൂ, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകാൻ പാടില്ല. Diamagnetic means the substance that is repelled by an external magnetic field. ഒരു സബ്സ്റ്റൻസിന് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് റിപ്പൽഷൻ കാണിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതേപോലെ if one or more molecular orbitals are singly occupied, it is paramagnetic. അതായത് മോളിക്കുലാർ ഓർബിറ്റൽസിൽ സിംഗ്ലി ഓക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ അത് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടേക്ക് ഒരു അട്രാക്ഷൻ കാണിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനും അത് ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് ഓർഡറിന്റെ കാൽക്കുലേഷനുമാണ്. നമ്മൾ നേരത്തെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്ന ഒരു ഓർഡർ പഠിക്കുകയുണ്ടായി. അത് തന്നെ ബോറോൺ കാർബൺ നൈട്രജൻ മോളിക്യൂളിന്റെ കേസിൽ ഒരു ഓർഡറും ബാക്കിയുള്ള ഓക്സിജൻ ഫ്ലൂറിൻ നിയോണിന്റെ കേസിൽ മറ്റൊരു ഓർഡറും പഠിക്കുകയുണ്ടായി. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എംഒ കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇവിടെ ആദ്യത്തെ 10 ഡൈ അറ്റോമിക് മോളിക്യൂൾസിന്റെ എംഒ കോൺഫിഗറേഷനും അതിന്റെ ബോണ്ട് ഓർഡറിന്റെ കാൽക്കുലേഷനുമാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹൈഡ്രജൻ മോളിക്യൂൾ. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഓരോ ആറ്റത്തിന്റെയും കേസിൽ ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. നമുക്കറിയാം ആദ്യം ഫില്ല് ചെയ്യുന്ന എംഒ സിഗ്മ 1s ആയതുകൊണ്ട് ഇതിന്റെ എംഒ കോൺഫിഗറേഷൻ സിഗ്മ 1s2 എന്നാണ്. അതായത് ഇവിടെ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നത് BMOയിലാണ്. സോ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 and number of anti-bonding electron 0. So we can calculate bond order by the equation bond order is equal to half into Nb minus Na. That is here half into 2 minus 0 is equal to 1. അതായത് ഹൈഡ്രജന്റെ കേസിൽ ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂള് സ്റ്റേബിൾ ആണ്. കൂടാതെ ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂളിനകത്ത് ഒരു H സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. സെക്കൻഡ് വൺ ഹീലിയം He2.
ഇവിടെ total number of electrons 4 ആണ്. So the MO configuration is sigma 1s 2, sigma star 1s 2. Number of bonding electrons 2, number of anti-bonding electrons also 2. So bond order is equal to half into 2 minus 2 is equal to 0. Okay, here bond order is 0. So we can say that He2 molecule does not exist. That is, it is not possible to combine two helium atoms to form helium molecule. Next, lithium, Li2. Lithium molecule is formed by the combination of two lithium atoms. So the total number of electrons is 6. So the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2. Number of bonding electrons is 4 and number of anti-bonding electron is 2. So bond order is equal to half into 4 minus 2 is equal to 1. Next, Be2 molecule, the total number of electrons is 8. Here the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2. The number of bonding electrons is equal to 4 and the number of anti-bonding electrons is also equal to 4. That is, here number of bonding electron is equal to number of anti-bonding electron. So bond order is equal to 0. That is, Be2 molecule does not exist. Next, B2. Here the total number of electrons is 10 and the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px1, pi 2py1. നമുക്കറിയാം പൈ 2pxനും പൈ 2pyക്കും ഒരേ എനർജിയാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ സിംഗിൾ ആയിട്ട് ഒക്യുപ്പൈ ചെയ്യും. അതിനുശേഷം മാത്രമേ ഇലക്ട്രോൺ പെയറിംഗ് സംഭവിക്കത്തുള്ളൂ. ഹിയർ the number of bonding electrons, star mark ഇല്ലാത്ത ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് 6 and number of anti-bonding electrons is equal to 4. Here bond order is equal to half into 6 minus 4 is equal to 1. Next, carbon molecule. Here the total number of electrons is equal to 12 and the MO configuration sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px2, pi 2py2. The number of electrons in BMO is equal to 8 and number of electrons in ABMO is equal to 4. So bond order is equal to half into 8 minus 4 is equal to 2. Next, nitrogen molecule. Here the total number of electrons is equal to 14. So the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px2, pi 2py2, sigma 2pz2. Number of bonding electrons is equal to 10 and number of anti-bonding electrons is equal to 4. So bond order is equal to half into 10 minus 4 is equal to 3. That is, in nitrogen the bond order is equal to 3. That means that in nitrogen molecule there is a nitrogen triple bond. Next, oxygen molecule. Here the total number of electrons is equal to 16 and the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px1, pi star 2py1. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് മോളിക്യൂളുകളുടെ കേസിൽ സിഗ്മ 2pzന് നമ്മൾ നേരത്തെ കണ്ട ഓർഡറിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൈ 2pxനേക്കാളും പൈ 2pyയേക്കാളും എനർജി കുറവാണ്. അതുകൊണ്ട് സിഗ്മ 2pzന് ശേഷം മാത്രമേ പൈ 2pxും പൈ 2pyയും ഫില്ല് ചെയ്യത്തുള്ളൂ. ഓൾസോ വൺ മോർ തിങ്, that is, here pi star 2px and pi star 2py have same energy. So the electrons are first filled singly. Here the number of electrons in BMO is equal to 10, number of electrons in ABMO is equal to 6. That is, star mark ulla 6 electrons undu. Okay, so bond order is equal to half into 10 minus 6 is equal to 2. That is, oxygen molecule contain an oxygen double bond. Next, F2 fluorine. Here the total number of electrons is equal to 18 and the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px2, pi star 2py2.
number of bonding electrons is equal to 10 and number of anti-bonding electrons is equal to 8. So bond order is equal to half into 10 minus 8 is equal to 1. That is, fluorine molecule contains a single bond between two fluorine atoms. And the 10th molecule is neon, Ne2. The total number of electrons is equal to 20. And the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px2, pi star 2py2, sigma star 2pz2. Here the number of electrons in bonding molecular orbital Nb is equal to 10 and number of electrons in anti-bonding molecular orbital is also equal to 10. So bond order is equal to half into 10 minus 10, which is equal to 0. That is, Ne2 molecule does not exist. The bond order മായിട്ട് ബന്ധപ്പെട്ട exam question ആണ്. He2, Be2 and Ne2 molecules do not exist. Why? അതിന്റെ ആൻസർ, ഈ മോളിക്യൂളിന്റെ എല്ലാ കേസിൽ ബോണ്ടിങ് ഇലക്ട്രോണിന്റെയും ആന്റി ബോണ്ടിങ് ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആണ്. സോ ദേ ഡു നോട്ട് എക്സിസ്റ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതും എക്സാം ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ഓക്സിജൻ മോളിക്യൂൾ O2, ഓക്സിജൻ മോളിക്കുലാർ അയോൺ O2 പ്ലസ് പെറോക്സൈഡ് അയോൺ O2 2 മൈനസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബോണ്ട് ലെങ്ത്. ഇവരെ ബോണ്ട് ലെങ്ത് കൂടുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ എല്ലാം ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം MO കോൺഫിഗറേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഫോർ ഓക്സിജൻ മോളിക്യൂൾ ദ MO കോൺഫിഗറേഷൻ ഈസ് sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px1, pi star 2py1. Oxygen molecule contain total number of 16 electrons. Okay, ഇതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു Nb മൈനസ് Na, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 മൈനസ് 6 ഇസ് ഈക്വൽ ടു 2. അതേപോലെ ഓക്സിജൻ മോളിക്കുലാർ അയോൺ O2 പ്ലസ്, ഇതിന്റെ കേസിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ആകെയുള്ള 16 ഇലക്ട്രോണിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ മിസ് ആവുന്നുണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 15. And the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px1. Here the bond order is equal to half into Nb minus Na, which is equal to half into 10 minus 5, which is equal to 2.5. Next, for peroxide ion. Peroxide ion contain 18 electrons. And the MO configuration is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px2, pi star 2py2. Here the bond order is equal to half into Nb minus Na, which is equal to half into 10 minus 8 is equal to 1. നമുക്കറിയാം ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, ഇവിടെ ഓക്സിജൻ മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. ഓക്സിജൻ മോളിക്കുലാർ അയോണിന്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. കൂടാതെ പെറോക്സൈഡ് അയോണിന്റെ കേസിൽ ബോണ്ട് ഓർഡർ 1 ആണ്. ഓക്കെ, ഇവിടെ ആർക്കാണോ ബോണ്ട് ഓർഡർ കുറവ് അതിനായിരിക്കും ബോണ്ട് ലെങ്ത് കൂടുതൽ. ഇവിടെ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലായിട്ടുള്ള O2 പ്ലസിനായിരിക്കും ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ്. രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ മോളിക്യൂളും മൂന്നാം സ്ഥാനത്ത് പെറോക്സൈഡ് അയോണും. So the increasing order of bond length is O2 plus less than O2 less than O2 2 minus. അതേ സമയത്ത് നമ്മൾ increasing order of bond dissociation എൻതാൽപ്പിയാണ് ചോദിക്കുന്നതെങ്കിൽ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ അതിനായിരിക്കും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. ഓക്കെ, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും കൂടും. സോ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇത് റിവേഴ്സ് ഓർഡർ ആയതിന് ദാറ്റ് ഈസ് O2 2 minus less than O2 less than O2 plus